എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ എന്റെ വാപ്പാടെ ഈ ഒരു ലോറിയിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന്. എപ്പോഴും എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോണെങ്കിലും ഞാൻ എപ്പോഴും വീട്ടിൽ പോണത് ബസ്സിനൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരു തവണയില് വാപ്പാടോടെ യാത്ര ചെയ്യണമെന്ന് വിചാരിച്ച് ഈ തവണ ഞാൻ എന്റെ വീട്ടിലോട്ട് പോണത് എന്റെ വാപ്പാടോടെ ലോറിയിലാണ് കേട്ടോ. എനിക്കത് പറയണതിന് യാതൊരു മടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം പോയപ്പോ ഒരു വാപ്പാടെ പല കാര്യങ്ങളും ഞാൻ നിരീക്ഷിച്ചെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മള് മൂവാറ്റുപുഴന്ന് കുറച്ച് വണ്ടി അങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ പെരുമ്പാവൂരൊക്കെ എത്തണതിന് മുന്നേ റോഡ് സൈഡിൽ ഒരു മെയിൻ റോഡിൽ ഒരു പൈപ്പ് ഇവര് കണ്ടുവച്ചായിരുന്നു. അപ്പൊ അവിടെ വണ്ടി ഒതുക്കണുണ്ടപ്പോ ഞാൻ ഓർത്തു ഇനിയിപ്പോ പെട്രോൾ അടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെയാന്നാണ് കേട്ടോ വിചാരിച്ചേ. പക്ഷെ വാപ്പ ആ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അതിനകത്ത് ആ ഒരു മെയിൻ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കണുണ്ടപ്പോ ഞാൻ സത്യമായിട്ടും വിചാരിച്ചത് എന്താന്ന് വെച്ചാല് നമ്മൾ ടൂറൊക്കെ പോകുമ്പോ വെള്ളം ഇതുപോലൊക്കെ കൊണ്ടുപോകില്ല എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ. ഇപ്പൊ 2 പാത്രത്തിൽ വെള്ളം എടുക്കണുണ്ടപ്പോ ഞാൻ വാപ്പ അത് എന്തിനായിരിക്കും എന്ന് എനിക്ക് അറിയാനൊരു ആഗ്രഹം തോന്നി. അങ്ങനെ വാപ്പ വെള്ളമൊക്കെ എടുത്തോണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ 2 പാത്രത്തിൽ വെള്ളം എടുക്കണേന്ന്. അപ്പൊ പറയാണ് ഞാനിപ്പോ കൊണ്ടുപോണ ലോഡ് മൈസൂർ വരെയാണ്. ആ മൈസൂർ വരെ ഞാൻ ഓരോ കുപ്പി വെള്ളത്തിന് 22 രൂപ വീതം കൊടുക്കണം. ആ പൈസ എന്റെ വീട്ടിലോട്ട് കൊടുത്തൂടെ? നമ്മള് പെൺമക്കള് വാപ്പമാരോട് എന്തൊക്കെ പറയാറുണ്ടല്ലേ. ശരിക്കും വാപ്പാടെ കൂട്ടുകാർക്കിടയിൽ വാപ്പ ഒരു പിശുക്കനാന്നൊക്കെ ഉള്ള സംസാരമുണ്ട്. പക്ഷെ ആ ഒരു പിശുക്കും കൊണ്ടാണ് കേട്ടോ ഞങ്ങള് 3 പെൺമക്കളെയും കെട്ടിച്ചു വിട്ടതൊക്കെ. പക്ഷെ ഇന്നത്തെ ആ ഒരു നിമിഷം എനിക്ക് ആലോചിക്കുമ്പോ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം പോലെ എനിക്ക് തോന്നിട്ടോ. ഭയങ്കര ഒരു വിഷമം തോന്നിച്ചൊരു നിമിഷം ആയതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മുടെ വാപ്പമാർക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്ത് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. ഒരു ആംബുലൻസ് ഡ്രൈവറോട് രോഗിയുടെ കൂടെ വന്ന ആള് ചോദിച്ചു, ഇത്രയേറെ കോൺഫിഡൻസോട് കൂടി ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതെന്ന്. അതിനാ ഡ്രൈവർ പറഞ്ഞ മറുപടി, എതിരെ വരുന്ന വണ്ടി മാറിത്തരുമെന്ന വിശ്വാസത്തിലാണ് ആക്സിലേറ്ററിൽ നിന്നും കാലെടുക്കാത്തത്. ആ വിശ്വാസം കുറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനൊന്ന് പുറകിലോട്ട് നോക്കും. ആ രോഗിക്ക് വേണ്ടി ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ ഞാൻ എന്റെ ജീവനങ്ങ് മറക്കുമെന്ന്. ആ വളയം പിടിക്കാൻ ഇത്തിരി ചങ്കുറപ്പ് കൂടി വേണം.